എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടെ ആത്മവിശ്വാസം കൂടിയെന്നാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികൾ പറയുന്നത്. വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ 50,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോമസ് ഐസക് ജയിക്കുമെന്ന് LDF ക്യാമ്പ് അവകാശപ്പെടുന്നു. അട്ടിമറി വിജയം അവകാശപ്പെടുകയാണ് NDA. പത്തനംതിട്ടയിൽ തുടർച്ചയായി 4ാം വട്ടവും വിജയം തനിക്കൊപ്പമായിരിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിലാണെങ്കിലും അത് UDFനെ ദോഷകരമായി ബാധിക്കില്ലെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പോളിംഗ് ശതമാനം കുറവായിരുന്ന 2009-ലാണ് ആന്റോ ആന്റണി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതെന്നും UDF നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. വിജയത്തെക്കുറിച്ച് ആശങ്കയില്ലെന്നും 7 നിയമസഭാ മണ്ഡലങ്ങളിലും തനിക്ക് വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നും പത്തനംതിട്ടയിൽ BJP 2ാം സ്ഥാനത്ത് പോലും എത്തില്ലെന്നും ആന്റോ ആന്റണി പ്രതികരിച്ചു. പത്തനംതിട്ട ഒരു കാരണവശാലും 2ാം സ്ഥാനത്ത് പോലും BJP സ്ഥാനാർത്ഥി വരില്ല. അക്കാര്യത്തിൽ എനിക്ക് 100% ഉറച്ച ആത്മവിശ്വാസമാണ്. ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. 7 അസംബ്ലി മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവും. LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് 53,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് CPIM വിലയിരുത്തൽ. പാർട്ടി വിലയിരുത്തൽ കൃത്യമായിരിക്കുമെന്ന് തോമസ് ഐസക് വ്യക്തമാക്കി. പാർട്ടി വിലയിരുത്തൽ 53,000 വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും ഉണ്ടാവും എന്നുള്ളത് എനിക്കും അത് ഒരു ഗൗരവമായിട്ടുള്ള വിലയിരുത്തലായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഭൂരിപക്ഷത്തിനുള്ള എല്ലാ സാധ്യതയുണ്ട്. NDA മണ്ഡലത്തിൽ അട്ടിമറി ജയം നേടുമെന്നാണ് BJP നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് NDAക്ക് കൂടുതലായി ലഭിച്ചിട്ടുണ്ടെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. യുവ വോട്ടർമാർ ഭൂരിപക്ഷവും അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്തതായും BJP നേതൃത്വം കണക്ക് കൂട്ടുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.